ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസത്തിലെ നമ്മളെല്ലാവരും തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, ബാ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ ഈ കപ്പിന് 1 കപ്പ് ഞവരരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞവരരി ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു അരിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു പോഷകാഹാരം തന്നെയാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ഏറ്റവും നല്ല ഒരു ആഹാരം തന്നെയാണ്, പോഷകാഹാരമാണ്. അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ആഹാരം. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറ്റവും നല്ലൊരു പോഷകാഹാരമാണ് ഈ ഞവരരി. അപ്പോൾ അതിനങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൈൽസ് രോഗികൾക്ക് ഏറ്റവും നല്ല ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിമിത്തമുള്ള ബ്ലീഡിങ്ങിനൊക്കെ ഇത് ഏറ്റവും നല്ലതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുപോലെ ഈ എല്ലാവരും ഇത് ഉപയോഗിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് എടുത്ത ഈ കപ്പിൽ 1 കപ്പ് അരി എടുത്തത്, അതുപോലെ ചെറുപയർ ഞാൻ ഇതേ കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വേണ്ടത് മുതിരയും അറിയാമല്ലോ, കുതിരയ്ക്കൊക്കെ പുഴുങ്ങി കൊടുക്കുന്ന സാധനമാണ് ഈ മുതിര. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ വയറ്റിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമുക്ക് നല്ല ശക്തിയും ബലവും കിട്ടാനും അസ്ഥികൾക്ക് ബലം കൂട്ടാനൊക്കെ മുതിര നല്ല. അതുപോലെ ഉലുവ ഏറ്റവും നല്ല ഒരു ഒരു മരുന്ന് തന്നെയാണ്. ഉലുവയിൽ ഏറ്റവും ധാരാളം അയണുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബറുണ്ട്. പിന്നെ ഇത് ഫൈബറൊക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് ഈ പ്രോട്ടീൻസും ഫൈബറും അയണും ഒക്കെ ധാരാളമുണ്ട്. ദഹനക്കേട് മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുപോലെ നമ്മുടെ ഈ പീരിയഡ് സമയത്തുണ്ടാകുന്ന അമിതമായ വയറുവേദന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കുറച്ച് ഉലുവ എടുക്കുക, വെള്ളം തിളപ്പിക്കുക, നമ്മളതൊന്ന് ചെറിയ ചൂടോട് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ശമനം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെ വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, ദഹനക്കേട്, നെഞ്ചിരിച്ചൽ, ഇതിനൊക്കെ നമ്മുടെ ഉലുവ ഏറ്റവും നല്ലൊരു മരുന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ്, 1/2 കപ്പ് പയറെടുത്തു, 1/4 കപ്പ് ഉലുവ, അതുപോലെ തന്നെ 1/4 കപ്പ് ആശാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ തലയുടെ മുടി കൊഴിച്ചിൽ മാറാൻ, നിറം വയ്ക്കാൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ളതായ കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല ഒരു മരുന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറൊഴിഞ്ഞു പോകാനൊക്കെ ഈ ആശാളിക്ക് നല്ലൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് കുതിർത്ത് കഴിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കുക. അതിന് ശേഷം നമുക്കിത് നല്ലൊന്നൊരു 3-4 വെള്ളം കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ഇത് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ രാത്രിയിലെ ഈ കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ധാരാളം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. കുറഞ്ഞത് ഒരു 8-9 മണിക്കൂർ ഇത് നല്ലപോലെ കുതിർത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മൺചട്ടിയിൽ വെക്കുന്നത് നല്ലത്. ഇപ്പം ഞങ്ങളൊക്കെ ഈ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമുക്കിവിടെ അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെയിറ്റ് ഇട്ട് ഞാനിതിലൊരു 8 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുക്കറിൻ്റെ വേവിന് അപ്പോഴേ ഇത് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കുക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 8 വിസിൽ ഞാൻ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ മീഡിയത്തിൽ വെച്ച് പിന്നെ 7 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പാലെടുത്ത് വെക്കാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-6 ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ സമയത്ത് ഭയങ്കരമായ തണുപ്പ്, അതുപോലെ തന്നെ സന്ധിവാതം ഉള്ളവർക്കൊക്കെ ഈ കഞ്ഞി, അതുപോലെ ശരീരവേദന ഉള്ളവർക്കെല്ലാം ഈ കഞ്ഞി ഒരു നല്ലൊരു ഔഷധം തന്നെയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി മരുന്നൊക്കെ കഴിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുന്നത് നല്ലത്. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അരച്ചെടുത്തിട്ടുണ്ട്. പാൽ ഒഴിക്കണമെന്നുള്ളവർക്ക് അത് ഒഴിക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു 7-8 ചുമന്നുള്ളി വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് വേണം, അതെടുത്ത് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞാനിത് ഔഷധക്കൂട്ട് നമുക്കിതിൻ്റെ ഇലയുടെ പേരും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് ഞാനിത് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ അരിയും മുതിരയും പയറും എല്ലാം നല്ലപോലെ പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഇനി നമുക്കിതൊരു കുറച്ച് നേരം ഒരു മൺചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് മൺചട്ടിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഈ ചട്ടി കിടന്ന് തന്നെ ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് ഇതായി വരട്ടെ. വേറൊരു പാത്രത്തിൽ ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഈ കൂട്ടില്ലേ, ഈ ഔഷധക്കൂട്ട് ഞാൻ ഒരു കവറാണ് നമ്മുടെ ഒരു പ്രാവശ്യത്തെ കഞ്ഞി വെക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റ് ഞാനിതാ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ കുടിക്കാൻ ഇച്ചിരി മടിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഒരല്പം ഒന്ന് കുറച്ചിട്ടാൽ മതി. അത് മാത്രമല്ല, നമ്മൾ നെയ്യിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ഉലുവയിലൊക്കെ ഒരു ചെറിയ കൈപ്പരസമുള്ള ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ അതൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ മക്കൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇവർ കുടിക്കത്തില്ല. അപ്പോൾ ഞാനൊന്ന് മാറ്റി വെച്ച് ഇത്ര ഇടുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ മരുന്നൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് അരിയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജാറ് കഴുകുന്ന പച്ചവെള്ളത്തിൽ ഒരിക്കലും കഴുകരുത്. ഞാൻ തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടുണ്ട്, ഒരുപാട് ചൂടില്ല, എങ്കിൽ തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളം കേട്ടോ. അത് ഒഴിച്ച് നമ്മുടെ ജാറും കൂടെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കാം. എനിക്ക് ഇച്ചിരി ലൂസായിട്ട് കുടിക്കുന്ന ഇഷ്ടം. അത് മാത്രമല്ല, ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയാവും. ഒരുപാട് തണുത്തിട്ടല്ല കുടിക്കുന്നത്, ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുടിക്കാം. ഇതിനങ്ങനെ വലിയ കയ്പ്പരസമൊന്നും തോന്നിക്കത്തില്ല കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. ഇനി നമ്മളിതിൽ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടുമ്പോൾ വേറൊരു ടേസ്റ്റ് ആവും. നല്ല കിടിലൻ ടേസ്റ്റും ആ ഹെൽത്തിന് ഏറ്റവും നല്ലതാട്ടോ. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ കൈമുട്ട് വേദന, കാൽമുട്ടിൻ്റെ വേദന, നടുവേദന ഇതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് വയ്ക്കുവാണെങ്കിൽ 7 ദിവസം കഴിക്കണമെന്നാണ് അങ്ങാടിക്കടയിലൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങാടിക്കടയിൽ മാത്രമല്ല, നമ്മുടെ അമ്മമാരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനി തിളയ്ക്കണ്ട, ഞാനിത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഇതിലേക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഉള്ളി മൂപ്പിച്ചിടാം. ചിലർ നെയ്യ് അങ്ങനെ ഒഴിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. എനിക്കിങ്ങനെ ചെയ്യുന്ന ഇഷ്ടം, ഞാനിങ്ങനെ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആയി വരുന്നവരെയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കാം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ നെയ്യുടെയും അതുപോലെ തന്നെ ആ ഉള്ളിയുടെ ഒക്കെ മണം മാറും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്ക് മാറ്റി ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തിന് ഏറ്റവും നല്ല നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ചെറു ചൂടോടുകൂടി കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെന്നും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് നമ്മുടെ ഹെൽത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ അമ്മമാരും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.